ഗുഡ് ആഫ്റ്റർനൂൺ കോഴിക്കോട്. നമസ്കാരം. മനോരമ ഹോർത്തൂസിൻ്റെ ഈ അടുത്ത ചർച്ചാവേദിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. രാഷ്ട്രീയക്കാരുടെ സഭ്യത, രാഷ്ട്രീയക്കാരുടെ ഭാഷ, സംവാദത്തിലെ സഭ്യത, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അങ്ങേയറ്റം കാലികവും പ്രസക്തവുമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല. അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റുപാടും ഇപ്പോൾ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വാക്ക് ഒരു ജീവൻ തന്നെ എടുത്തോ എന്നൊക്കെയുള്ള ചർച്ചയും കേസും ഒക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഇവിടെ നമ്മുടെ ഹോർത്തൂസ് വേദിയാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാലികമായ ഒരു വിഷയമാണ് ഇതെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ നമ്മുടെ ടോപ്പിക്കിലെ സംവാദം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും സംവാദം അഥവാ ഡയലോഗ് എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അർത്ഥപൂർണമായ സംവാദങ്ങൾ ഏതൊരു ജനാധിപത്യത്തെ കൂടുതൽ സമ്പുഷ്ടവും ശക്തവുമാക്കുന്നത് അർത്ഥപൂർണമായ സംവാദങ്ങളാണ്. പക്ഷേ സംവാദങ്ങൾക്ക് പകരം പലപ്പോഴും സംഘർഷങ്ങൾക്ക് വേദിയാകുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അത് ഈ വാക്കുകൾ, നിലവിട്ട പെരുമാറ്റങ്ങളൊക്കെ പലപ്പോഴും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറമായിട്ട് പരസ്പരം ബഹുമാനമില്ലാതെ കടിച്ചുകയറുന്ന ഒരു വിഭാഗമായ രാഷ്ട്രീയ നേതാക്കൾ മാറുന്നു എന്നൊക്കെയുള്ള ചർച്ച നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താൻ കഴിയാവുന്നവരല്ല. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കൃത്യമായി അവരുടെ രാഷ്ട്രീയം വേദികളിൽ പറയാനും അങ്ങേയറ്റത്തോടെ സംയമനത്തോടെയും കുലീനതയോടെയും കാര്യങ്ങളെ സമീപിക്കാനും കഴിയുന്ന ഒരുപടി നേതാക്കളും അതിൽ ഏറിയ പങ്കും അങ്ങനെയുള്ള നേതാക്കൾ തന്നെയാണ് നമ്മുടെ നേതൃഗണത്തിൽ തന്നെ ഉള്ളത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനൊക്കെ ഇവർ തയ്യാറാകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. നമുക്ക് ഇവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ M. ലിജു, BJPയുടെ മുതിർന്ന നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ്, അതുപോലെ തന്നെ DYFIയുടെ മുൻ സംസ്ഥാന ട്രഷറർ, CPMൻ്റെ യുവ നേതാവ്, കോഴിക്കോട്ടുകാർക്ക് പ്രത്യേകിച്ച് SK സജീഷിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. SK സജീഷ്, ഈ 3 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 3 പേർക്കും സുസ്വാഗതം. ശ്രീ MP രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. രാജേഷിന് പാലക്കാട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാലക്കാട് നിന്ന് വിട്ട് വരാനായിട്ട് ചില അവസാന നിമിഷം ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ രാജേഷ് ഒഴിവായ സമയത്ത് സജീഷ് ഈ ചർച്ചയ്ക്ക് സന്നദ്ധനായി. സജീഷിനോട് അതിന് പ്രത്യേകമായ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ശ്രീ M. ലിജുവിൽ നിന്ന് തുടങ്ങാം. ലിജു, നോം ചോംസ്കി പറഞ്ഞിട്ടുണ്ട്, വാക്ക് അല്ലെങ്കിൽ ഭാഷ രാഷ്ട്രീയക്കാരുടെ ആയുധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയുധം വളരെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടവുമാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായത്. ഞാനിതിൻ്റെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ സജീഷിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദത്തിലേക്കല്ല കടക്കുന്നത്. കോൺഗ്രസും ഇത്തരം അതിരുവിട്ട ഭാഷകളിൽ നിന്നോ പെരുമാറ്റങ്ങളിൽ നിന്നോ കോൺഗ്രസ് നേതാക്കളും പൂർണ്ണമായും മുക്തനാണെന്നും ഞാൻ കരുതുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സംഭവം, അതായത് കണ്ണൂർ CPMൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ PP ദിവ്യയുടെ ഈ അതിരുവിട്ട പ്രയോഗങ്ങൾ ഒരു ADMൻ്റെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള ഈ സംഭവം, ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ ലിജുവിന് നൽകുന്ന ഒരു പാഠമെന്താണ്? ഇവിടെ ഒരു ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പരാമർശങ്ങൾ, അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമല്ല പാഠങ്ങൾ നൽകുന്നത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് രാഷ്ട്രീയ സമൂഹത്തിന് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിലിരിക്കുന്ന ഏവർക്കും ഒരു പാഠം നൽകുന്നുണ്ട്. നമുക്ക് ആളുകളെ വിമർശിക്കാനുള്ള അധികാരം തീർച്ചയായിട്ടും സമൂഹത്തിൽ ഏതൊരു വ്യക്തിക്കുമുണ്ട്. പക്ഷേ നമ്മളൊരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് ചില സന്ദർഭങ്ങളും സമയങ്ങളുമുണ്ട്. ഒന്നാണ് ഔചിത്യബോധം എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതാണ്. ഔചിത്യത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാവൂ. നേരത്തെ പറഞ്ഞ ഔചിത്യം എന്നത് ബോധ്യമുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് പറയുന്നതിൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പറയുകയാണെങ്കിൽ തന്നെ പരിപൂർണമായ ബോധ്യം നമുക്ക് ഉണ്ടാകണം. നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ
കുറ്റപ്പെടുത്താൻ പരിപൂർണമായ അല്ലെങ്കിൽ ആ ബോധ്യം നമുക്കുണ്ടോ എന്ന കൃത്യമായ ഒരു തിരിഞ്ഞുനോട്ടവും അവിടെ ആവശ്യമാണ്. പിന്നെ ഉപയോഗിക്കേണ്ട ഭാഷ, നേരത്തെ ഇവിടെ പ്രസക്തമാവുന്നത് ആ കാര്യം കൂടിയുണ്ട്. രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയുണ്ടായി. രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പലരുടെയും പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംവാദത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ വരുമ്പോൾ നമ്മളതിനൊരു ന്യായീകരണം കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന ന്യായീകരണം ഇതാണ്: അത് അവരുടെ ഗ്രാമ്യ ഭാഷയാണ്, നാട്ടുവാമൊഴി മുഴുക്കമാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ക്രൂരമായ വാക്കുകളും ക്രൂരമായ പദപ്രയോഗങ്ങളും നടത്തുമ്പോൾ നമുക്ക് ആ മനുഷ്യനെ, അദ്ദേഹം നിഷ്കളങ്കനാണ്, പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളാണ് അത്തരം വാക്കുടലെടുക്കുന്നതാണ്. എനിക്കതിനുള്ള കൃത്യമായുള്ളൊരു എനിക്ക് തോന്നിയൊരാശയം, നമുക്ക് സ്റ്റൈലാകാം, ഓരോരുത്തർക്കും ഒരു ശൈലിയാകാം, പക്ഷേ ആ ശൈലി വൈകൃതമാകരുത്. രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ എന്നത് ഒരു മാനക ഭാഷ അവർക്ക് വേണം, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അവർക്ക് വേണം. അത് വൈകൃതമാകരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകരുത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടാകരുത്. ആണധികാരത്തിൻ്റെ സ്വഭാവങ്ങൾ അതിൽ പ്രകടിപ്പിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ മൂല്യത്തിൽ ഊന്നിയതായിരിക്കണം രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ. സജീഷിന് ഇതിനോട് അഭിപ്രായങ്ങൾ ചിലപ്പം യോജിപ്പായിരിക്കാം. ഞാൻ സജീഷിലേക്ക് കടക്കുന്നത്, എം ടി രമേശിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സജീഷിലേക്ക് കടക്കുന്നത്, ഇത് CPM ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട്, അതിനകത്തൊന്നും സംശയമൊന്നുമില്ല. എൻ്റെ സംശയം എന്ന് പറയുന്നത്, ദിവ്യ വളരെ കൃത്യമായിട്ട് ഒരു മോൾഡ് ചെയ്ത് ഒരു രാഷ്ട്രീയ കരിയർ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്, ഒരു നേതാവാണ്, ഒരു പക്ഷേ സഹപ്രവർത്തക എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളാണ്, വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ള ആളാണ് ദിവ്യ. ഇത് വ്യക്തിപരമായിട്ട് സജീഷിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വികാര വിചാരങ്ങൾ, ഒരു സംഘർഷങ്ങൾ, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാൻ അതിനു മുമ്പ് നമ്മുടെ സംവാദ വിഷയത്തിൽ ഒരു 2 വാചകം പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സമൂഹത്തിൽ ഏത് വർഗത്തിനാണോ ആധിപത്യമുള്ളത്, ആ ആധിപത്യമാണ് നമ്മുടെ ഭാഷകളിലെല്ലാം, പ്രയോഗങ്ങളിലെല്ലാം പ്രതിഫലിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഇന്നത്തെ സംവാദത്തിൻ്റെ വിഷയം തന്നെ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയാണ്. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, രാഷ്ട്രീയക്കാരികളും മറ്റിതര വിഭാഗങ്ങളുമെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല. സമൂഹത്തിൽ വലതുപക്ഷത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ആധിപത്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ സംവാദത്തിന്, നമ്മുടെ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയക്കാരൻ മാത്രമാകുന്നു. അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല, അത് ബോധപൂർവം കടന്നു വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് രാഷ്ട്രീയക്കാരുടെ ഭാഷ എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഞാൻ അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെടേണ്ട എന്ന് കരുതിയാണ് നമ്മുടെ ബ്രൗഷർ തന്നെ ഞാൻ കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നത്. ഞാനതൊരു തെറ്റായി പറയുകയല്ല. കാരണം ഈ സമൂഹത്തിൽ ആ വാക്ക് കടന്നു വരുന്നത് ഈ സമൂഹത്തിൽ ഒരു പുരുഷാധിപത്യം ഉണ്ട് എന്നതുകൊണ്ടാണ്. ആ പുരുഷാധിപത്യം നമ്മുടെ ഭാഷയിലും വാക്കുകളിലും ഇതുപോലെയുള്ള സംവാദവേദികളിലെല്ലാം കടന്നു വരുന്നു. ഇത് ലോകത്തിൻ്റെ ചരിത്രത്തിലെല്ലാം കാണാൻ കഴിയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഫ്യൂഡലിസത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യന് എല്ലാ വാക്കുകളും എല്ലാവർക്കും പ്രയോഗിക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. പേര് വിളിക്കുകയും നമ്മുടെ നാട്ടിൽ പോലും മുതിർന്ന ആളുകളെ ചെക്കൻ, പെണ്ണ് എന്നെല്ലാം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം മാറുന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ എന്താണോ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ആശയം, ആ ആശയത്തിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കുകയുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ ചർച്ച PP ദിവ്യയിൽ നിന്ന് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരെ മറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാമുള്ള ഈ ഭാഷാപ്രയോഗത്തിലും തെറ്റുകളും കുറവുകളും തിരുത്തേണ്ടവയുമെല്ലാം നമുക്ക് പരസ്പരം സംവദിക്കുകയാണ് വേണ്ടത്. അതിലെ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ അംഗീകരിച്ചു പോവുകയാണ് വേണ്ടത്. ഈ കോഴിക്കോട് നഗരത്തിൽ വന്ന് KPCCയുടെ പ്രസിഡന്റ് ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, ശൂലങ്ങൾ ഏതു ഭാഗത്തു നിന്നാണ് വരാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കൊന്നു കളയും ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതൊരു സംവാദ വിഷയം അല്ല, അതൊരു സംവാദമാകുന്നില്ല. 8 മണിക്ക് ഒരു ചാനലും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വിഷയമാണ്. അത് നമ്മൾ കാണേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഇടതുപക്ഷം നിങ്ങൾ നന്നായി വിമർശിക്കുന്നു, ആ വിമർശനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾ സ്വയം വിമർശനത്തിന് വിധേയമാകുന്നവരാണ്. അതുകൊണ്ടാണ് സ്വയമേവ തന്നെ
ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന പോരായ്മകൾ പരിശോധിച്ചുകൊണ്ട് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി പോകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഞങ്ങളുടെ ആശയഗതി തന്നെ നിലനിൽക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. സ്വയം വിമർശനം നടത്താതെ മറ്റുള്ളവരെ വിമർശിക്കുന്നതിൽ കാര്യമില്ല എന്ന് ആശയ അടിത്തറയിൽ നിന്ന് അത് സംഘടനയുടെ ഒരു മൂല്യമായി തത്വമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായും താങ്കളുടെ ചോദ്യത്തിൽ തന്നെ വ്യക്തിപരമായി എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തിയില്ല. കാരണം ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ആശയത്തെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തിൽ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർക്കോ ആർക്കുമായാലും ഏത് രീതിയിലുള്ള തെറ്റ് പറ്റിയാലും അത് വിമർശനപരമായും സ്വയം വിമർശനപരമായും ഉൾക്കൊള്ളുകയും തിരുത്തുകയും ചെയ്യുക എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു അടിസ്ഥാനപരമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ശ്രീ എം ടി രമേശ്, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം ഞാൻ കണ്ടു. ഈ വിഷയത്തിൽ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടാണ് CPM-ഉം സർക്കാരുമൊക്കെ നിലപാടെടുക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഞാൻ കണ്ടു. പക്ഷേ ഈ ഇത്തരം പ്രതികരണ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പാർട്ടിയാണോ BJP-യും? പലപ്പോഴും ഈ അത്തരം പ്രശ്നങ്ങളിൽ BJP നേതാക്കൾ പെടുമ്പോൾ ഈ മനുഷ്യത്വരഹിതം എന്നുള്ളതൊക്കെ മാറി പലപ്പോഴും മാനുഷികമായ വീഴ്ച അങ്ങനെ സംഭവിച്ചതാവാം എന്നൊക്കെയുള്ള നിലപാട് BJP-യും എടുക്കുന്നില്ലേ? അല്ല, ഒന്ന് ഇതിപ്പോൾ PP ദിവ്യയുടെ വിഷയമല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. PP ദിവ്യയുടെ വിഷയമാണെങ്കിൽ പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം ഭാഷയെ സംബന്ധിച്ചാണ്. ഭാഷ എന്നുള്ളത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ടാണ് ഭാഷ. നമ്മളതിന് രാഷ്ട്രീയ മാനം കൊടുക്കുക, സാമൂഹിക സാഹചര്യം കൊടുക്കുക ഒരു കാലഘട്ടത്തിലുണ്ടായിരിക്കാം. ഇപ്പോൾ കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഷ എന്ന് പറയാറുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടും ഒരു നിഷേധാത്മകമായിട്ട് പ്രതികരിക്കുന്ന ഭാഷയാണ്. അതൊന്നും ഈ കാലഘട്ടത്തിലില്ല. അത് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി, നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മാറി, നമ്മൾ കുറച്ചുകൂടി ഫോർവേഡായി, ജനം കുറച്ചുകൂടി നമ്മൾ അസസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പറയുന്ന ഓരോ വാക്കും പഴയതുപോലെ ഇപ്പം നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. പണ്ട് പത്രങ്ങൾ മാത്രമുള്ള സമയത്ത് നമുക്ക് നിഷേധിക്കാമായിരുന്നു. ഇപ്പോൾ പത്രങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആരാണ് നമ്മൾ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്യുന്നത് നമുക്കറിയില്ല, ആരാണ് വീഡിയോ എടുക്കുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും നിഷേധിക്കാൻ കഴിയില്ല. ഒന്നും നിഷേധിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയാണ് എല്ലാവരും കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇത് വ്യക്തികളെ ആശ്രയിച്ചുകൊണ്ടതാണ്. ഓരോ വ്യക്തിയുടെയും സ്വഭാവവും അവരുടെ മനസ്സിൻ്റെ സാഹചര്യവുമാണ് അവരിൽ ഭാഷയെ രൂപപ്പെടുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അതാണ് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നാം രാഷ്ട്രീയ നേതാക്കളിൽ നല്ല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, മോശം സംസാരിക്കുന്നവരുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്ന CPM-ൻ്റെ ആളുകളുണ്ട്, മോശമായി സംസാരിക്കുന്നവരുണ്ട്. നന്നായി സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, മോശമായി സംസാരിക്കുന്നവരുണ്ട്. നന്നായി സംസാരിക്കുന്ന BJP-കാരുണ്ട്, മോശമായി സംസാരിക്കുന്ന BJP-കാരുണ്ട്. ഞാനതിനെ രാഷ്ട്രീയമായിട്ട് അളവുകോലെടുത്ത് വെച്ചുകൊണ്ട് കണക്കാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും സ്വയമേവ നടത്തേണ്ട ഒരു ഗൃഹപാഠമുണ്ട്. ആ ഗൃഹപാഠം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് മറ്റുള്ളവർ പ്രതിഫലിക്കുക. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞാനെന്നുദ്ദേശിച്ചു എന്തുദ്ദേശിച്ചു എന്നല്ല നമ്മുടെ പ്രധാനം. നാം ഉപയോഗിക്കുന്ന ഭാഷ മറ്റുള്ളവരിൽ എന്താണ് ഫീലിംഗ് ഉണ്ടാക്കുന്നത്, മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് കാണുന്നത്, അതാണ് പ്രധാനം. അവിടെയാണ് PP ദിവ്യയുടെ വിഷയം വരുന്നത്. PP ദിവ്യ പറഞ്ഞത് നല്ല അർത്ഥത്തിലാണ് എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയില്ല, അന്വേഷണമൊക്കെ കഴിഞ്ഞ് പുറത്തു വരട്ടെ, നമുക്കറിയില്ല. പക്ഷേ CPM-ൻ്റെ തന്നെ ഒരു വിഭാഗം പറയുന്നത് ആ ഉദ്യോഗസ്ഥൻ നല്ല ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ്. ആയിരിക്കാം. അപ്പോൾ ഉപയോഗിക്കാൻ ആഗ്രഹിച്ച ഭാഷ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിരുന്നു PP ദിവ്യ ആഗ്രഹിച്ചതെങ്കിൽ അത് കേട്ടവരും അതിൻ്റെ ഇരയായിട്ടുള്ള ആളുകളും അങ്ങനെയല്ല പരിഗണിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്ന ഭാഷ മറ്റുള്ളവരെങ്ങനെയാണ് കേൾക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ഒരു സംഭവം നടന്നു. ആ സംഭവം ഉദാഹരണമായിട്ട് CPM ആസൂത്രണം ചെയ്ത് ഇത് ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. പക്ഷേ ഒരു CPM പ്രവർത്തക ഒരു കേസിൽപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവരെ ന്യായീകരിക്കാനും അവരെ സംരക്ഷിക്കാനും CPM-ന് ബാധ്യതയുണ്ട് പ്രാഥമികമായി. പക്ഷേ ഗവൺമെൻറ്റിന് ആ ബാധ്യതയില്ല. എൻ്റെ
പ്രശ്നം ഗവൺമെൻറ്റായിരുന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറത്താണ്. ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നു, ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണമായി പറയുന്നത് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ, ഏത് പാർട്ടിയാവട്ടെ, ഏത് പാർട്ടിയാവട്ടെ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാക്കുകളാണ് എങ്കിൽ ഗവൺമെൻറ് നിൽക്കേണ്ടത് ആ ഉദ്യോഗസ്ഥൻ്റെ കൂടെയാണ്. കാരണം ഗവൺമെൻറ് സർവൻ്റാണ്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് സർക്കാർ മനുഷ്യത്വരഹിതമായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ വിഷയങ്ങളെല്ലാം ഒരേ ക്യാൻവാസിലൂടെ കാണുക എന്നുള്ളതല്ല. അങ്ങനെ വേണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഇതിൻ്റെ ന്യായങ്ങൾ പരിശോധിക്കപ്പെട്ടതാണ്. പക്ഷേ പൊതുവായി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ എനിക്ക് എൻ്റെ ആശയം പറഞ്ഞ് ജയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉടനെ ചെയ്യുക എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കലാണ്. ഞാനും സജീഷും തമ്മിലൊരു വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ പോയിൻറ്റ്സ് എനിക്ക് സജീഷിനെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ സജീഷിൻ്റെയോ ലിജുവിൻ്റെയോ വാദമുഖങ്ങളെ ഖണ്ഡിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നാം ചെയ്യുന്നത് വ്യക്തിപരമായ അധിക്ഷേപിക്കലാണ്. ഇന്നത്തെ സംവാദങ്ങൾ മുഴുവൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഏറ്റവും ആരോഗ്യകരമായ സംവാദങ്ങളുണ്ടായിരുന്നു. ആ സംവാദങ്ങളിൽ നിന്ന് മാറി പ്രത്യേകിച്ചിപ്പോൾ ചാനൽ മുറികളിലൊക്കെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളായി മാറുന്നു. ആ വ്യക്തിപരമായ അധിക്ഷേപം വരുന്ന സമയത്താണ് ഭാഷകൾ കണക്കുക, അല്ലെങ്കിൽ ഭാഷ ഒരിക്കൽ കണക്കില്ല. അപ്പോൾ ഓരോരുത്തരും സ്വയം പാലിക്കേണ്ട പഥ്യമുണ്ട്. ആ പഥ്യം രാഷ്ട്രീയക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും എഴുത്തുകാരായാലും സാഹിത്യകാരായാലും വേണം. രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടൊരു ഭാഷയില്ല. ഭാഷ മനുഷ്യനാണ്. മനുഷ്യൻ്റെ മനസ്സിനനുസരിച്ചാണ് ഭാഷ വരുന്നത്. ആ മനുഷ്യൻ മാധ്യമത്തിൽ പ്രവർത്തിച്ചാലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും സാഹിത്യരംഗത്ത് പ്രവർത്തിച്ചാലും ഒരേപോലെയാണ്. ഇപ്പം നിങ്ങൾ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, മാധ്യമങ്ങളുടെ ഭാഷയോ? മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ നല്ല ഭാഷയാണ് അല്ലല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഇരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ചാണ് ഭാഷ രൂപപ്പെടുക. അതിൽ രാഷ്ട്രീയക്കാർ കുറച്ചുകൂടി അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട്, രാഷ്ട്രീയക്കാരെ ഏത് സമയത്തും നിങ്ങൾക്ക് വിചാരണ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ആ ഭാഷ മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ കാര്യം ശ്രീ എം ടി രമേശ് പറഞ്ഞപ്പോഴേ, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എപ്പോഴോ ഒരു ചർച്ച കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലിജു ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം വാദപ്രതിവാദങ്ങൾ നടക്കുമ്പം ലിജുവിനോട് പറയുന്നത്, നിങ്ങൾ 3 തവണ തോറ്റയാളല്ലേ, പിന്നെ കൂടുതൽ വർത്തമാനം പറയേണ്ട കാര്യമില്ല എന്നുള്ള നിലയിലുള്ള, അപ്പം ലിജു ഒന്ന് ഇതാവുന്നു, അല്ലെങ്കിൽ അതിനകത്ത് മാറാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തുക എന്നുള്ള രീതിയിൽ ഈ ചർച്ചകൾ മാറുന്നത്, അത് ചർച്ചാവേദികൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്, പ്രയാസം, അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും? എപ്പോഴാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അസഭ്യവും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആശയങ്ങൾ അവസാനിക്കുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മാധ്യമ ചർച്ചകൾക്കുൾപ്പെടെ ഇരിക്കുമ്പോൾ ഓരോ വ്യക്തിയും പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, അവരുടെ ആശയങ്ങളെയുമാണ്. ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചർച്ച നടക്കുന്നത്. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ആശയവുമാണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആളിന് സ്വാഭാവികമായി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ ആശയത്തെ എതിർക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തെ ഉയർത്തുന്ന വാദമുഖത്തെ ആശയപരമായി എതിർത്തുകൊണ്ട് നമ്മളെ എതിർക്കാം. അപ്പോൾ അതിന് പകരം വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്കിത് പറയാൻ തരും, താൻ ആരാ എന്ന് ചോദ്യം ഉയരുന്നത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ആശയം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പറയുന്ന വാദമുഖങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്നു. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം പറയാനില്ല. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന മാർഗം എന്താണ്? വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുക. ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ വ്യക്തിപരമായ മനസ്സ് മുറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പലപ്പോഴും ഞാൻ അതിനോട് പ്രതികരിക്കാറില്ല. ഞാൻ അവിടെ വെച്ച് ആ വിഷയം അദ്ദേഹത്തോട് ആ രീതിയിൽ പ്രതികരിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുന്നൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം വാദങ്ങളിൽ, സംവാദങ്ങളിൽ ഇത്തരം പല തന്ത്രങ്ങൾ പ്രതീക്ഷിക്കാം, ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ പ്രതീക്ഷിക്കാം, മുറിവേൽക്കലുകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ സംയമനം പാലിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് കാര്യമൊന്നും. ഈ സജേഷ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചർച്ചകളിൽ എപ്പോഴും വേണ്ടത് എതിരാളിയായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല, അല്ല ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല, എതിരാളിയായിട്ട് കണ്ടാൽ മതി. അധിക്ഷേപത്തിൻ്റെ കാര്യമില്ല, വിമർശനം മതി. പക്ഷേ ഇത് രണ്ടുപേരും വിമർശനത്തിന് പകരം പലപ്പോഴും അധിക്ഷേപവും, എതിരാളി എന്നുള്ളൊരു പകരം ശത്രുവും എന്ന് കണ്ട് മറ്റുള്ളവരുടെ മേലൊരു മാനസികമായ ആധിപത്യം സ്ഥാപിച്ച് അയാളെ കീഴടക്കി കളയാം എന്നുള്ള നിലയിൽ ചർച്ചകൾ മാറുന്നുണ്ടോ? സജീഷ് ചർച്ചകൾ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. ചിലപ്പോഴെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നുണ്ടോ? അതൊരു വീണ്ടും വിചാരം മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടോ? എന്താ ചർച്ചകളിലിരിക്കുമ്പോഴും അതിന് ശേഷമൊക്കെയുള്ള ഒരു മനോവികാരങ്ങൾ?
അല്ല, വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സഭ്യമല്ലാത്ത ഏതെങ്കിലും ഒരു പദപ്രയോഗം ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. പക്ഷേ മനോരമ ഫ്ലോറിൽ നിന്ന് തന്നെ എൻ്റെ അപ്പൻ്റെ അപ്പനെ വിളിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിഷയുടെ ഒരു ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാല അബദ്ധത്തിലായിരിക്കാം അങ്ങനെ വിളിച്ചിരുന്നു. പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഭവം ഏതായാലും എനിക്കുണ്ടായിട്ടില്ല. അത് ചിലപ്പോൾ ലിജു സൂചിപ്പിച്ച പോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഉത്തരം മുട്ടിയതുകൊണ്ടായിരിക്കാം എന്നുള്ളതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച് കളയുക തന്നെയാണ് ചെയ്തത്. പക്ഷേ മനോരമ മാപ്പ് പറയിച്ചു എന്നുള്ളതിൽ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് അത്തരം അനുഭവങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു ആശയം, ആ ആശയം ഇപ്പോൾ വ്യക്തികൾക്ക് എങ്ങനെ, ഇപ്പോൾ വ്യക്തിപരമായി എന്നെ പറയുമ്പോൾ അതെനിക്ക് ക്ഷമിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുകയോ ചെയ്യാം. പക്ഷേ സമൂഹത്തിൽ എങ്ങനെ അത് പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം നടത്തിയ 173 പ്രസംഗങ്ങളിൽ 110 പ്രസംഗങ്ങളിലും തീവ്രമായ വർഗീയതയും അതുപോലെ തന്നെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവും മുസ്ലിം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയവും പ്രയോഗിച്ചു എന്ന് ഇലക്ഷൻ വാച്ചിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ വളരെ ഭീകരമായ അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രീമായ പരാമർശങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കൂടാരത്തിലേക്ക് മടങ്ങേണ്ടി വരും, അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യമെല്ലാം നമ്മുടെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർ നശിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഞാൻ ആരെങ്കിലും ഹർട്ട് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. അത്തരം പരാമർശങ്ങൾ വരുമ്പോൾ അത് വ്യക്തിക്ക് കൊള്ളുന്നുണ്ടോ എന്നുള്ളതിലപ്പുറത്തേക്ക് സമൂഹത്തിന് വളരെ കൂടുതൽ സമൂഹത്തെ വിഭജിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ ആശയം പ്രതിഫലിക്കുന്നു എന്നതാണ് പ്രധാനം. ഇപ്പോൾ ശ്രീ സുധാകരൻ്റെ ചില വാചകങ്ങളിൽ ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാരോടായിരിക്കും പറയുന്നത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം ഒരു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു. ഒരു പക്ഷേ ഞാൻ കരുതുന്നത് വ്യക്തിപരമായി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ തെറ്റാണ്, പക്ഷേ അതിലപ്പുറത്തേക്ക് സമൂഹത്തിൽ മുറിവേൽപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ കൂടുതൽ ഗൗരവത്തോടു കൂടി കാണേണ്ടത്. മറ്റത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും. അങ്ങനെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം പൊതുവെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ലിജുവും ശ്രീ MT രമേശും എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ സംസാരങ്ങൾ ഉണ്ടാകുന്നു. പൊതുവെ മാധ്യമ ചർച്ചകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്തരം പ്രയോഗങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് അവതാരകർ കൂടി വഹിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ക്ഷമയുടെ ഒരു പരീക്ഷണശാല കൂടിയാണ് ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മുടെ പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ചർച്ചയിൽ നമുക്ക് പറയാനുള്ളൊരു ഭാഗമുണ്ടാകും. ആ ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നത്. അത് വരുന്നത് തെറ്റോ ശരിയോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രതിനിധികൾ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പറയാനുള്ള ഒരു വാക്ക് ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടപെടൽ വരുമെന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായും വലതുപക്ഷത്ത് 2 or 3 പ്രതിനിധികളും പിന്നെ അതിൻ്റെ കൂടെ അവർ മതിയാകില്ലെങ്കിലോ എന്ന് കരുതി കൂടെ ഒരു നിരീക്ഷകരും കാണും. ആ നിരീക്ഷകരൊക്കെ പലപ്പോഴും പിന്നീട് ഞങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ട്. പല വലതുപക്ഷത്തിൻ്റെയും വേദിയിലെ സജീവ സാന്നിധ്യങ്ങളാണ് ചിലപ്പോൾ നിരീക്ഷകരായി അവതരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ആക്രമിക്കുന്ന നിലയിലേക്ക് മാറുമ്പോൾ പിന്നെ ആ കുതറി മാറുന്നതിനിടയിൽ വരുന്ന പോരായ്മകൾ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളത് ഒരു പൊതുവായ രീതി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഈ അവതാരകരുടെ കാര്യം പറഞ്ഞപ്പോൾ അവതാരകരുടെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് ഒരു ചാനൽ ബഹിഷ്കരിക്കുക എന്നൊക്കെയുള്ള നിലപാട് CPM എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹിഷ്കരണവും അത് ആശാസ്യകരമാണോ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, ചിലപ്പോൾ നിങ്ങൾക്കെന്നെ ഈ വേദിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസരം വന്നാൽ നിങ്ങൾക്കെന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. അത് ചിലപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായിരിക്കും, നിങ്ങളുടെ ഈ വേദിയുടെ ആവശ്യമായിരിക്കും. അതൊക്കെ നമ്മൾ പൊതുവെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഒരു അവതാരകൻ എപ്പോഴും നിഷ്പക്ഷനായിരിക്കണം. നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു പക്ഷമില്ല എന്ന് കരുതുന്നയാൾ തന്നെയാണ് ഞാൻ. നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു പക്ഷമില്ല. പക്ഷേ ആ നിഷ്പക്ഷനാണ് എന്ന് തോന്നിക്കാൻ എങ്കിലും കഴിയണം.
ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ അടിച്ച് പല്ലുകൊഴിക്കണം എന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകൻ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു അവതാരകൻ പറയുമ്പോൾ ആ അവതാരകൻ്റെ മാനസികാവസ്ഥ, ഏഷ്യാനെറ്റിലെ വിനുവിനെയായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്, ആ വിനുവിൻ്റെ മാനസികാവസ്ഥ ഇടതുപക്ഷക്കാരെ അടിച്ച് പല്ല് പൊഴിക്കണം എന്നൊരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയ്ക്ക് മുന്നിൽ നമ്മൾ പോയി ഇരുന്നു കൊടുത്ത് അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തുന്നതിനാണ്? അദ്ദേഹത്തിന് അങ്ങനെ തോന്നുമ്പോൾ അത് കഴിയാത്തതിലുള്ള ഒരു ദുഃഖമുണ്ടാകണ്ടല്ലോ. അതുകൊണ്ട് മാറി നിൽക്കാം. പിന്നെ സ്ഥായിയായി അത്തരം കാര്യങ്ങൾ വരുന്നില്ല. ഒരുപക്ഷെ അതിലും പ്രകോപനപരമായി അതിലും മോശമായ ഭാഷയിൽ സംസാരിച്ച അവതാരകരുണ്ട്. പക്ഷേ പലപ്പോഴും അതെന്താണ്, അതിൻ്റെ ഒരു രീതി അനുസരിച്ച് പലതും ഞങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്തങ്ങ് പോയതാണ്. എനിക്ക് തന്നെ നല്ല അനുഭവം ആ കാര്യത്തിലുണ്ട്. ഇവിടെ വിശദീകരിക്കേണ്ട എന്നുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഈ ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ടെങ്കിലുമായിട്ട് CMD രമേശ് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇപ്പം വളരെ കുറവാണ്. എനിക്കൊന്ന് തോന്നുന്നു മാഷ് അനന്തലവട്ടം ആനന്ദനൊക്കെ ആ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രമാനുഗതമായുള്ള മാറ്റമൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളുമാണ്. ഈ അവതാരകരുടെ കാര്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് കുറച്ചുകൂടെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു മോഡറേറ്ററാണ്. ആ മോഡറേറ്ററിൽ തന്നെ മോഡറേറ്റ് എന്നൊരു വാക്കുണ്ട്. എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അവതാരകളിൽ നിന്ന്? അത് ഈ ഒരു ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പറയാനാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നാളെ വിളിച്ചുകൊണ്ട് ഇരുത്തുന്നത്. അവരാ നിലപാട് പറയും. ഈ അവതാരകരായിട്ടുള്ള ആളുകൾക്കൊരു രാഷ്ട്രീയമുണ്ടാവാം. കാരണം രാഷ്ട്രീയമില്ലാത്തവരായിട്ട് ആരുമില്ല. ഒന്നുകിൽ അവർ പഴയ SFI ആവാം, അല്ലെങ്കിൽ പഴയ KSU ആവാം. പഴയ ABPക്കാർ വളരെ വളരെ പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ടാക്കാം. പക്ഷേ ആ രാഷ്ട്രീയം അവർ പ്രകടിപ്പിക്കേണ്ടത് ആ ചർച്ചയുടെ സമയത്തല്ല, ആ ഫ്ലോർ റൂമിലല്ല. പക്ഷേ ഇപ്പം കേരളത്തിലുണ്ടാകുന്നത്, എനിക്ക് എൻ്റെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മറ്റുള്ളവരെ രാഷ്ട്രീയ പാർട്ടിക്കാരേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി അത് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യിക്കാൻ വേണ്ടി അവതാരകർ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അവർക്കൊരു ചർച്ചയെ മോഡറേറ്റ് ചെയ്യേണ്ടവരാണ്. ഇവിടെ ഞങ്ങൾ 3 പേർ അഭിപ്രായം പറയുമ്പോൾ അത് മോഡറേറ്റ് ചെയ്യുന്ന ആൾ ഒരു പുതിയ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സംവാദകത്തിൽ മോഡറേറ്റർമാരായിട്ടുള്ള അവതാരകരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയം അവരറിയാതെ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരെക്കാൾ കൂടുതൽ രൂക്ഷമായിട്ട് അവർ പറയും. അത് ഏറ്റവും അനുഭവിച്ചിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ മോഡി സർക്കാരിനെതിരായിട്ട് ഒരു ചർച്ച കേരളത്തിൽ നടന്നാൽ ലിജുവോ സജീഷോ പറയുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി വിമർശിക്കുന്നവരാണ് അവതാരകന്മാരായിട്ടുള്ള ആളുകളെല്ലാം. അത് അവരുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം അവതാരകന്മാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രകോപിതരാകുമെന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞു. ഈ അവതാരകന്മാരായിട്ടുള്ള ആളുകൾ അവർ ഒരു ചർച്ചയെ നിയന്ത്രിക്കേണ്ടവരാണ്. അവർ തന്നെ പ്രകോപിതരായാലും ചെയ്യും, ഇറങ്ങിപ്പോകാൻ പറയുക. ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ മുറികളിൽ നിന്ന് അവർ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ആളുകളോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയാം. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയാം? 1 മണിക്കൂർ സമയം പോലും സഹിക്കാനുള്ള ക്ഷമയില്ല. 50 മിനിറ്റാണ് ഒരു ചർച്ച. 40 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് പരസ്യം പോകും. ആ 40 മിനിറ്റ് നേരം പോലും ഒരാളെ സഹിക്കാൻ സാധിക്കാത്ത ഒരു അവതാരകനാണ് വലിയ സഹനശക്തിയെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ അത് കേരളത്തിലെ ഒരു പ്രശ്നമാണ്. ചില ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ അത് തുടർന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പൊന്നും കേരളത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ ആരോഗ്യകരമായ, വളരെ സൗഹൃദപരമായ ചർച്ചയായിരുന്നു. അന്ന് നല്ല രാഷ്ട്രീയക്കാർ തന്നെയാണ് അന്നും ചർച്ചകൾ നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും അവരുടെ രാഷ്ട്രീയം അവരുടെ വാക്കുകളുടെ പുറത്ത് വരുമായിരുന്നില്ല. അപ്പോൾ ഇന്നതുണ്ടാകുന്നു എന്നുള്ളത് സംവാദത്തിൻ്റെ ഗൗരവം അത് കുറക്കും. രണ്ടാമത്തെ കാര്യം, മറ്റു ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ആരേത് ഭാഷ ഉപയോഗിച്ചാലും അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം അത് തെറ്റാണെങ്കിൽ അതിനെ തെറ്റ് തന്നെ പറയണം നമുക്ക്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല പ്രസംഗങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. അതിൻ്റെ വസ്തുത എന്താണ് എന്നറിയുന്നില്ല. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക്, ഒരു കാര്യം ഒരാൾ സംസാരിച്ചു കഴിഞ്ഞു, അത് തെറ്റായ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തു, അതിൻ്റെ പേരിൽ ചർച്ച നടത്തി, അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്, അതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യത്തെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്.
അപ്പോൾ അത് ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള പ്രവണതയായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. തെറ്റാർക്കും പറ്റാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു സജീഷ്. പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹം ആക്ഷേപിച്ചു. ഏത് സാഹചര്യത്തിലാണ് ന്യായീകരണം അദ്ദേഹത്തിനുണ്ടാകാം, മേ ബി. സ്വന്തം സഹപ്രവർത്തകരെ പരനാറി എന്ന് വിളിച്ചു. ഇതൊക്കെ ഏത് ഭാഷയാണെന്ന് എനിക്കറിയില്ല. ആരുപയോഗിച്ചാലും, ഞാൻ ഉപയോഗിച്ചാലും ഞാൻ അങ്ങനെ തന്നെ പറയും. അതുപോലെ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ്, ഒരു നിയമം കയ്യിലെടുക്കുന്ന ഒരു കൂട്ടം ആളുകളെ. ഇപ്പോൾ നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. നമ്മുടെ ചെറുപ്പക്കാർ ചിലപ്പോൾ ഒരു സമരത്തിൽ കുറച്ച് നിയമമൊക്കെ കയ്യിലെടുത്തേക്കാം. നമ്മൾ അവരെ ആശ്വസിപ്പിക്കാം. അതൊക്കെ ഒരു സ്വകാര്യമായിട്ട് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നൊക്കെ പറയാം. അതൊക്കെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ അങ്ങനെ പരസ്യമായി നിയമം കയ്യിലെടുക്കുന്നവരെ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ന്യായീകരിക്കുക? എനിക്കിപ്പോഴും അങ്ങ് ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം, DYFIക്ക് സമരം നടത്താനുള്ള അധികാരമുള്ളതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടിയൊന്നല്ല സമരം ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും ഉണ്ട്. സമരം നടത്തുന്ന ആളുകളെ പോലീസുകാർ കൈകാര്യം ചെയ്യും. അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് DYFIക്കാർക്കും നല്ല നടി കിട്ടും, ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. CPM ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്കും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അത് പോലീസുകാരടിക്കും. പക്ഷേ ഈ രാഷ്ട്രീയക്കാർ നിയമം കയ്യിലെടുക്കായാലും ഈ നാട്ടിൽ എങ്ങനെയാണ് എന്തെങ്കിലും ഉണ്ടാവുക? അങ്ങനെ ചെയ്യുമ്പോൾ ചില സന്ദർഭത്തിൽ അങ്ങനെ വരുമ്പോൾ അതിനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ന്യായീകരിക്കുക? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്രയെ സമയത്ത് സമരം നടത്തിയ ആളുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള DYFIക്കാരെല്ലാവരും അവർ എന്താ പറഞ്ഞ മുഖ്യമന്ത്രി ഉപയോഗിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത്. അതെന്ത് സന്ദേശമാണ്? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യമുണ്ട്. ഞാൻ സാന്ദർഭികവശാൽ പറയാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരാളുടെയോ ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിച്ചു വന്നല്ല. വിമർശിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒരു പക്വതയുള്ള രാഷ്ട്രീയക്കാരൻ, നമ്മൾ കേരളത്തിൽ ധാരാളം പക്വതയുള്ള രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. ഏറ്റവും രൂക്ഷമായിട്ട് വിമർശിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷേ അവരെല്ലാം ഉപയോഗിക്കുന്ന ഭാഷ, ഞാൻ പലപ്പോഴും പഴയകാല രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയെ ഒരുപാട് ആദരിക്കുന്ന ആളാണ്. ഇപ്പോൾ EMS, K കരുണാകരൻ, BJPയിൽ നിന്ന് KG മാരാർ, ഇങ്ങനെയുള്ള നേതാക്കന്മാർ, EK നായനാർ എത്രമാത്രം രൂക്ഷമായിട്ട് ആളുകളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വിമർശനം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു വിമർശനവും EMS അതിരൂക്ഷമായിട്ട് ആളുകളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ സഭ്യതയുടെ ഒരു അതിർവരമ്പിനപ്പുറത്ത് EMS പോയത് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചറിവ് മാത്രമേ, വളരെ ചുരുക്കം മാത്രമേ EMSൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ വായിച്ചറിഞ്ഞിട്ടുണ്ട്. K കരുണാകരൻ ആളുകളെ വിമർശിച്ചിട്ടില്ലേ? KG മാരാർ ആളുകളെ വിമർശിച്ചിട്ടില്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയും, O രാജഗോപാൽ എന്ത് നല്ല ഭാഷയാണ്, എത്ര രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. CPMലും കോൺഗ്രസ്സിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പഴയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഉപയോഗിക്കുന്ന ഭാഷ അതൊരു മാന്യതയുടെ ഭാഷമാണ്. ഞാൻ ഉൾപ്പെടുന്ന പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മാന്യതയാണ്. ആ മാന്യതയുടെ ഭാഷയിലേക്ക് നാം തിരിച്ചു വരണം. മാന്യതയുടെ ഭാഷ എന്താണ്? നമ്മളെക്കാൾ മുതിർന്ന ഒരാളോട് ബഹുമാനത്തോടു കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ചാനൽ മുറിയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പല ആളുകളും വളരെ യങ്ങായിട്ടുള്ള ആളുകൾ, അവരെക്കാൾ മുതിർന്ന, എൻ്റെ അപ്പുറത്ത് CPMൻ്റെ നേതാവിരിക്കുന്നു, എന്നേക്കാൾ വളരെ മുതിർന്ന ആളാണ്. ആ മുതിർന്ന ആളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ബഹുമാനത്തോടു കൂടി സംസാരിച്ചാൽ എൻ്റെ പ്രത്യയശാസ്ത്രം ഇല്ലാതെ പോകും. ബഹുമാനപ്പെട്ട മരിച്ചുപോയ ആനത്തലവട്ടം ആനന്ദം സഖാവുമായിട്ട് ഒരുപാട് ചർച്ചകൾ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. ബഹുമാനത്തിൻ്റെ ഒരു തരി പോലും കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുക. കാരണം എൻ്റെ വയസ്സിൻ്റെ പ്രായമുള്ള രാഷ്ട്രീയ പ്രവർത്തകരാണ്, എത്രയോ അനുഭവമുള്ള ആളാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മോശമായി പറയുന്നത്. കോൺഗ്രസ്സിലുമുണ്ട്. ഞാനൊക്കെ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് അപ്പുറത്തിരുന്ന് ഫ്ലോറിലിരുന്ന് സംസാരിക്കുന്ന ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. നമ്മളന്ന് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ബഹുമാനത്തോടെ VD സതീശൻ എന്നേക്കാൾ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനത്തോടുകൂടി സംസാരിച്ചാൽ എന്താ കുഴപ്പം? ഇന്നില്ലാത്തത് നമ്മൾക്ക് അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ പ്രായം, അവരുടെ പരിചയം, അവർ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച സമീപനം, അതിനോടൊക്കെ നമ്മളൊരു അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കുന്നത് ഇന്ന് പൊതുവായിട്ടുള്ള രീതിയായി മാറിയിട്ടുണ്ട്. അത് ഒരു സഭ്യമായിട്ടുള്ള ഭാഷാ പ്രയോഗമായിട്ടോ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഇപ്പം പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം വന്നു, KPC പ്രസിഡന്റിനെതിരെ വിമർശനം വന്നു, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വന്നു.
നേരത്തെ ലിജു ഞാനുമായി നടത്തിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഈ മുതിർന്ന നേതാക്കളാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള വലിയൊരു അഭിപ്രായപ്രകടനം നടത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് ബി ടി ബൽറാമും ഇതേപോലൊരു സമാനമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശരികളുണ്ട് അല്ലേ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾ പോലും അതിൽ വളരെ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ഈ രാഷ്ട്രീയ ശരികൾ, ജാതി, മതം, ലിംഗം ഇങ്ങനെയൊക്കെയുള്ളവയെ സംബന്ധിച്ച വിമർശനങ്ങൾ, പരിഹസിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മുതിർന്ന നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ടോ? അവർ കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കരുതുന്ന സന്ദർഭങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ ഒടുവിൽ ഇപ്പോൾ സജീഷ് പറഞ്ഞ ഒരു കാര്യവും അതിൻ്റെ ഒരു ബാക്കിയാണ്. ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളതാണ് സജീഷ് പറഞ്ഞത്. അങ്ങനെ ഒരു ആക്രമണോത്സുകത മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളുടെ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമുക്കത് എനിക്ക് തോന്നുന്നു, ഈ മുതിർന്ന നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറയെക്കുറിച്ചും സംസാരിക്കണമല്ലോ. ശ്രീ MD രമേശ് സംസാരിച്ചപ്പോൾ അദ്ദേഹം EMS നെക്കുറിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥം നമ്മുടെ സംവാദങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ ഗാന്ധി അംബേദ്കർ ഡിബേറ്റ്സ്, അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ഡിബേറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നതിനപ്പുറത്ത് അവരവരുടെ ലേഖനങ്ങളിലൂടെ ആയിരുന്നു ആ നിലപാട് പറഞ്ഞിരുന്നത്. പിന്നീട് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാർലമെൻ്ററി ഡിബേറ്റ്സിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പം നെഹ്റുവും ശ്യാമപ്രസാദ് മുഖർജിയുമായിട്ട് ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ നമ്മളിന്നിപ്പോൾ അതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകൾ എന്നത് പറയുന്നത് നമ്മൾ അന്നത്തെ കോൺഗ്രസിനെ വിലയിരുത്തുന്നത് ഗാന്ധിയുടെ നിലപാടുകൾ വായിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്ന് എന്തായിരുന്നു അംബേദ്കറിൻ്റെ, അന്നത്തെ ദളിത് പൊളിറ്റിക്സിൻ്റെ നിലപാടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. നെഹ്റുവിൻ്റെ നിലപാടായിരുന്നു സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നിലപാട്. ശ്യാമപ്രസാദ് മുഖർജിയുടെ നിലപാടായിരുന്നു ജനസംഘത്തിൻ്റേത്. അപ്പോൾ നമുക്ക് പൂർവ്വ തലമുറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കുറേ അക്കാഡമിക് ചർച്ചകളും അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ ആഴത്തിലുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാലഘട്ടം. അപ്പോൾ അന്ന് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇന്നിപ്പോൾ 2020 ഒരു കാലഘട്ടമാണ് അത്തരം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ ചർച്ചകളിലും പ്രസംഗങ്ങളിലും എല്ലാം നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഹ്രസ്വമായ കാലഘട്ടത്തിൻ്റെ ഇടപെടലുകളാണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെലിവിഷൻ ചർച്ചകളിലെ സഭ്യതയെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ആളുകൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഈ ചർച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന റീലുകൾ, ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് തയ്യാറാക്കി അത് ഇയാളെ തേച്ചൊട്ടിച്ചു, അയാളെ അടിച്ച് തകർത്തു, അയാളെവിടെ നിന്ന് ആകാശത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് അത്തരം റീലുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് പലപ്പോഴും ഈ സംവാദങ്ങളിൽ സഭ്യതയുടെ അതിർവരമ്പ് കടന്നു പോവുകയും രൂക്ഷമായ വ്യക്തിപരമായ ആക്രമണങ്ങളും പലരും ബോധപൂർവം ചെയ്യുന്നതിൻ്റെ തന്നെ കാരണം ഇത്തരത്തിലാണ്. ഞാൻ അത്തരത്തിൽ ശ്രമിക്കാറില്ല, സാധാരണ ഒരു ഇതായിട്ട് പറയുന്നതല്ല. ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപം കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വരാനിരിക്കുന്ന ഒരു റീലിനെ സംബന്ധിച്ചോ പരാമർശിച്ച് പോകാറില്ല. ഇതിപ്പോൾ ഈ പറയുന്ന ഈ പഴയ തലമുറയെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പഴയ ആളുകളുടെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് അത്രയും അക്കാഡമിക്കായൊക്കെ പോയ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന നമ്മൾ വളരെ അക്കാഡമിക് ആണെന്ന് കരുതുന്നവരിൽ പോലും പഴയ നിയമസഭാ പ്രസംഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആണത്തത്തിനെക്കുറിച്ചുള്ള വലിയ പ്രഘോഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ തന്നെ വളരെ മികച്ച പ്രാസംഗികരുടെ അല്ലെങ്കിൽ വലിയ മികച്ച അക്കാഡമിക്കായ ആളുകളെ സംബന്ധിച്ചും നമ്മൾ അവരുടെ നിയമസഭാ പ്രസംഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എതിരാളികളെ ശിഖണ്ഡികൾ എന്ന് വിളിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ആണായി പിറന്നവൻ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രസംഗങ്ങളിൽ 1, 2, 3 എന്നാൽ ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറയുന്നത് പോലെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നേതാക്കന്മാർ പലപ്പോഴും ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പലപ്പോഴും വരാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പഴയ തലമുറയും പുതിയ തലമുറയുമില്ല. പുതിയ തലമുറയിലെ പല ആളുകളും മാധ്യമ സംവാദങ്ങളിൽ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചാറില്ല. രൂക്ഷമായ എതിരാളികളെ ആക്ഷേപിക്കും. നേരത്തെ പറഞ്ഞതുപോലെ പിതാവിനെയും പിതാമഹന്മാരെയും പറയും, വ്യക്തിപരമായി ആക്ഷേപിക്കും, അല്ലെങ്കിൽ അസഭ്യപദങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളും ഇത്തരത്തിൽ. കാരണം അത് ഈ ഒരു തുടർച്ചയാണ്. പലപ്പോഴും അവർക്ക് ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവരുടെ മനസ്സിലേക്ക് വന്നെത്തിയിട്ടില്ലാത്തതാവാം. പക്ഷേ എന്നാൽ അത് കറക്റ്റ് ചെയ്യുന്നവരുണ്ട്. എനിക്കതിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളൊരു കാര്യം, പുതിയ തലമുറയാണെങ്കിലും പഴയ തലമുറയാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരന് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സമൂഹത്തിലെ ഏതൊരു വ്യക്തിയേക്കാൾ കൂടുതൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തകന് ഒരു ഭാഷയുടെ കാര്യത്തിൽ ഒരു നിലവാരം വേണം. അത് അശ്ലീലത്തിൻ്റെ തലത്തിലേക്ക് പോകരുത്.
അത് വൈകൃതത്തിൻ്റെ തലത്തിലേക്ക് പോകരുത്, അത് പരനിന്ദയുടെ തലത്തിലേക്ക് പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പഴയ തലമുറയെന്നോ പുതിയ തലമുറയെന്നോ ഇല്ല, എല്ലാ തലമുറയ്ക്കും ബാധകമാകേണ്ട ഒന്നായിരിക്കണം. കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാഷ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ കണ്ടംപററി ഹിസ്റ്റോറിയൻസ്. നമ്മൾ ആ കാലഘട്ടത്തെ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഭാഷ കൊണ്ട് വിലയിരുത്തപ്പെടുന്നത് പോലെ 25 വർഷം കഴിഞ്ഞുള്ള കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എന്നും ഈ ചാനലുകളുടെ ലൈബ്രറിയിലൊക്കെയുള്ള ഈ പദങ്ങൾ വെച്ചിട്ടാണ്. ആ കാലഘട്ടത്തെ കൂടെ വിലയിരുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മനസ്സിൽ ആ ചിന്ത വേണം. ഞാൻ സംസാരിക്കുന്ന അഡ്രസ്സ് ചെയ്യുന്ന സമൂഹം മാത്രമല്ല, ഭാവി തലമുറ കൂടി എന്നെയും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ കാലഘട്ടത്തെയും വിലയിരുത്തുന്നത് എൻ്റെ ഭാഷയിലൂടെയാണ് എന്ന തിരിച്ചറിവ് ഈ പ്രയോഗിക്കുന്ന ഓരോ വ്യക്തിയിലും കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ലിജു പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമാണ് സതീഷേ. അതായത് ഈ സോഷ്യൽ മീഡിയ വല്ലാതെ ഈ ചർച്ചകളെ, സോഷ്യൽ മീഡിയയിലെ റീച്ച്, ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ റീലുകൾ, ഇതൊക്കെ നമ്മുടെ ഈ സംവാദത്തിൻ്റെ ഒരു രീതികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ വല്ലാതെ റീച്ച് വരുള്ളൂ, ആളുകൾ കാണുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾ അവിടെ പോയി ഇരിക്കുമ്പോൾ, ആ സ്റ്റേജിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വ്യക്തിപരമായി അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഞങ്ങളൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേജുകൾ നോക്കിയാൽ ഞങ്ങൾ നടത്തുന്ന ചർച്ചകളോ കാര്യങ്ങളോ. സതീഷ് എന്നുള്ള ഒരാളെ അല്ല ഞാൻ പറഞ്ഞത്, പൊതുവിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അത് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഈ സംവാദം ആരംഭിക്കുമ്പോൾ പറഞ്ഞ് സമൂഹത്തിലെ ഒരു ആശയതലം എല്ലാവരെയും നിയന്ത്രിക്കുന്നുണ്ട്. ഒരു തെറ്റായ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ആളുകൾ നല്ല എഴുത്തുകാരല്ല, നന്നായി പണം മുടക്കുന്നവരാണ്, ബൂസ്റ്റ് ചെയ്യപ്പെടുന്നവരാണ് ആരാധനാപാത്രങ്ങളായി മാറുന്നത്, അല്ലാതെ സമൂഹത്തിൽ ഏറ്റവും നന്നായി ഇടപെടുന്നവരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പണത്തിൻ്റെ ഭാഗമായി എല്ലാം നേടുന്നവർ, പണമുള്ളവർക്ക് സോഷ്യൽ മീഡിയയിലും ആളാകാൻ വേണ്ടി കഴിയും, അവരുടെ റീലുകൾ കൂടുതൽ പ്രചരിപ്പിക്കും. ഇനി ഇല്ലെങ്കിലും അത് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇതിങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടാൻ പൊതുസമൂഹം തയ്യാറായാൽ മതി. അതിൻ്റെ വിലയിരുത്തലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ മാധ്യമങ്ങൾ ഇതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചർച്ചയുടെ തുടക്കവും അവസാനവും നിർണ്ണയിക്കുന്നത് അവതാരകരാണല്ലോ. ഞങ്ങളെല്ലാം പ്രോംപ്റ്റർ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് കാണാറുണ്ട്. ആ പ്രോംപ്റ്ററിൽ മനോഹരമായി രൂക്ഷമായ വാക്കുകൾ വെച്ച് പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, എല്ലാ അവതാരകരെയും ഞാൻ പറയില്ല, അങ്ങനെ അല്ലാത്ത നിരവധിയായ അവതാരകരുണ്ട്. മനോരമയിൽ തന്നെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ ആരെയും പേരെടുത്ത് പറയില്ല. പക്ഷേ ചില അവതാരകർ മനോഹരമായ അനർഘനിർഗ്ഗളമായി പ്രവഹിക്കുന്ന വാക്ക് കേട്ടാൽ കരുതുക, അവർ ഈ പ്രകോപനത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുകയാണ്. ഉച്ച മുതൽ രാത്രി 8 മണിക്ക് തുടങ്ങുന്ന ചർച്ചയ്ക്ക് ഉച്ച മുതൽ ഏത് രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ അടിച്ചിരുത്താൻ വേണ്ടി ഏതെല്ലാം വാക്കുകൾ മൂർച്ചയേറി ഹൃദയത്തിൽ കൊള്ളുന്നത് പ്രയോഗിക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് എഴുതി വെച്ച് പ്രോംപ്റ്ററിൽ വെച്ച് അതിവേഗത്തിൽ വായിച്ച് കയ്യടി നേടി ആ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ആരെങ്കിലും പഠിച്ചോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ അനുവദിക്കാതെ പിന്നെ അവസാനം തയ്യാറാക്കി വെച്ച കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗവും പ്രോംപ്റ്ററിൽ തയ്യാറാക്കി വെച്ച് വരുന്ന അവതാരകർക്ക് പകരം നേർക്ക് നേരെ നിന്ന് പറയാൻ വേണ്ടി തയ്യാറാക്കണം. ഞങ്ങൾ ഏത് വഴിയിലേക്ക് ഒരു ചർച്ച പോകും എന്ന് കരുതി അറിഞ്ഞു വരുന്നവരല്ല. ഒരു ക്യാമറയ്ക്ക് പുറകിലിരുന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ആരെങ്കിലും റീല് നിർമ്മിച്ച് പ്രചരിപ്പിക്കുമെന്നൊക്കെ കരുതുന്നതിനപ്പുറത്തേക്ക് അതിനെ അഭിമുഖീകരിക്കാൻ തയ്യാറായി ഒരു പാർട്ടി ചുമതല, ഞാനായാലും ശരി മറ്റുള്ളവരായാലും ശരി അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞങ്ങളെല്ലാവരും വരുന്നത് അങ്ങനെയാണ്. അപ്പുറത്ത് ഇതിനെ നിയന്ത്രിക്കുന്നവർ കുറച്ചുകൂടി അതിൻ്റെ മാന്യത കാണിക്കേണ്ടതില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വേർതിരിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂവ് ഔട്ടും കടക്ക് പുറത്ത് ഒരു ദിവസം മനോരമയുടെ എല്ലാ വാർത്തകളുടെയും എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചത് ഒരു പേജിലെ മുഴുവൻ വാർത്തകൾക്ക് മുന്നിൽ കടക്ക് പുറത്ത് കൊടുത്തുകൊണ്ട് ഫ്രണ്ട് പേജ് അച്ചടിച്ച ചരിത്രം ഉണ്ട്. എന്നാൽ മൂവ് ഔട്ടിനെ നീങ്ങി നിൽക്കൂ എന്ന് പറയുന്ന ലളിതവൽക്കരിക്കുന്ന രീതിയുമുണ്ട്. പക്ഷേ കണ്ട നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ത് കടക്ക് പുറത്തിനേക്കാൾ രൂക്ഷമായിരുന്നു മൂവ് ഔട്ട് എന്ന് പറഞ്ഞത് എന്ന്. പക്ഷേ അവിടെ ആ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ നിങ്ങളെന്ന് പറയുമ്പോൾ പ്രയാസപ്പെടരുത്, മാധ്യമരംഗത്തുള്ള ആളുകൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല.
പ്രതികരിച്ചവരാരും എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. കാരണം ഈ മാധ്യമരംഗത്തെല്ലാം മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഈ ആളുകളാണ്. വലതുപക്ഷമാണ് മൂലധന നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്ത് നിന്ന് ഏത് മാധ്യമപ്രവർത്തകന് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുന്ന മാധ്യമപ്രവർത്തകർ എവിടെയുണ്ട് ഈ രാജ്യത്ത്? വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ അവർ പോലും അറിയാതെ വലതുപക്ഷം വാങ്ങിക്കഴിഞ്ഞില്ലേ. രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആള് മാറിയിരിക്കുന്നു. നിങ്ങളുടെ പഴയ ലോണ് ഞങ്ങൾ അടച്ചു തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ NDTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാങ്ങിയത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇത്ര മാത്രമാണ്, ഇതിൻ്റെ പരിമിതിയിൽ നിന്ന്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങളെ നിങ്ങൾക്ക് രൂക്ഷമായി വിമർശിക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഭാഷ, പ്രയോഗം, രീതികൾ എല്ലാം വിമർശിക്കാം. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ആ വിമർശനത്തിന് വിധേയരാകണം. എന്നാൽ ഉണ്ടാകുന്ന നമ്മൾ ഓർമ്മിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്, അവർ നിലപാട് സ്വീകരിച്ചവരായിരിക്കും. അങ്ങനെ മാധ്യമപ്രവർത്തകരിൽ എത്ര ആളുകൾ തയ്യാറാകുന്നു? ഏറ്റവും ശക്തമായ, സ്വതന്ത്രമായി ആരോടും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവർ അവർ ഇപ്പോൾ അവരുടെ ശബ്ദം ചെറുതായിരിക്കും, പക്ഷേ കാലം അടയാളപ്പെടുന്ന വലിയ ശബ്ദമായിരിക്കുമെന്ന ഒരു ബോധ്യം തിരുത്തൽ മാധ്യമപ്രവർത്തകർക്കും വേണ്ടേ. ഞങ്ങൾ ശരിയുടെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പോയവരാണ് എന്ന് പറയുന്നവരെ കാലം ഓർമ്മിക്കും. അത് മാധ്യമപ്രവർത്തകർ കാണുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ലിജു എന്താ പറയാൻ? ഇവിടെ സജീഷ് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ആങ്കറുടെ റോൾ അല്ലെങ്കിൽ മോഡറേറ്ററുടെ റോൾ എന്നത് യഥാർത്ഥത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒന്നാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം കറക്റ്റാണ്, ഈ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദങ്ങളുടെ ഒരു തുല്യ പരിഗണന കൊടുക്കുക എന്നത് തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ്. മോഡറേറ്റർ എല്ലാവർക്കും അവരുടെ ഭാഗം വിശദീകരിക്കാൻ കൃത്യമായ അവസരം കൊടുക്കണം, തടസ്സപ്പെടുത്തരുത് എന്ന് പറയുന്നതിനോട് എനിക്കും യോജിപ്പുണ്ട്. കാരണം ഒരു വിഷയം നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ആങ്കറുടെ വാചാടോപം വരുന്നത്. അദ്ദേഹത്തിന് ഒന്നാമത്തെ ടൈം റേറ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ആളുകളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അമിതമായി വാചാടോപം നടത്തേണ്ടി വരും. അതിൽ കുറച്ചൊരു സംയമനവും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവസരം കൊടുക്കുക എന്നതിന് ആംഗിളിനോട് എനിക്ക് യോജിപ്പാനുള്ളത്. പക്ഷേ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ഒരു മാധ്യമ പ്രവർത്തകന് ഒരു ചർച്ചയെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടോ തുടക്കത്തിലോ അഭിപ്രായം പറയരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയരുത് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാനുള്ളൂ. കാരണം സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ ഒരു കറക്റ്റീവ് ഫോഴ്സ് കൂടിയാണ്. സമൂഹത്തിൽ വളരെ തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് തോന്നുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച തുടങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങളത് ചർച്ചയ്ക്ക് വിധേയമാക്കും, നിങ്ങളുടെ ഭാഗം പറയുന്നു എന്ന് പറയുന്നതും, അതോടൊപ്പം ഒരു ചർച്ച തുടങ്ങി ഇരുഭാഗവും കേട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകൻ അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഭാഗവും ഞങ്ങൾ കേട്ടതിന് ശേഷം ഇതാണ് ശരിയെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ആ സ്വാതന്ത്ര്യം നമുക്ക് മാധ്യമങ്ങൾക്ക് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാധ്യമധർമ്മത്തിൻ്റെ അർത്ഥം എന്താ? മറ്റേ ആൾ ഒരു കേവലം എന്താ പറയുന്നത്, ഒരു മോഡറേറ്റർ. മാധ്യമധർമ്മം എന്നത് ശരി ഏതാണെന്ന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് മാധ്യമധർമ്മം. അപ്പോൾ അതുകൊണ്ട് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തുടക്കത്തിലും അവസാനത്തിലും കൺക്ലൂഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൻ്റെ അഭിപ്രായം അത് ചിലപ്പോൾ എൻ്റെ പാർട്ടിക്കെതിരാവും, ചിലപ്പോൾ സജീഷിൻ്റെ പാർട്ടിക്കെതിരാവും, അല്ലെങ്കിൽ ചിലപ്പോൾ MD രമേശിൻ്റെ പാർട്ടിക്കെതിരാവും. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തനം കൊടുത്തേ മതിയാവും. അതാണ് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിലെ അനിവാര്യമായ കാര്യം. ഈ ഒറ്റ കാര്യം കൂടെ ശ്രീ MD രമേശ് അത് നേരത്തെ സംസാരിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തെയൊക്കെ അത് താങ്കൾ പരാമർശിച്ച് കണ്ടു. അതിനുശേഷം സജീഷ് ഈ മൂവ് ഔട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ കടക്കു പുറത്ത് എന്നുള്ളത് തന്നെയല്ലേ മൂവ് ഔട്ട് എന്ന് പറയുന്നത്? അതുതന്നെയല്ലേ ഈ കേന്ദ്രമന്ത്രിയുടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഈ ഒറ്റത്തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. ഈ അദ്ദേഹത്തിൻ്റെ ഈ സിനിമാറ്റിക് കടന്നാക്രമണങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ കേരളത്തിലെ BJPക്ക് കഴിയുന്നില്ലേ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. രാഷ്ട്രീയക്കാരായാലും സിനിമക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും സാഹിത്യകാരന്മാരായാലും മറ്റുള്ളവരുടെ തന്തക്ക് പറയാൻ ആർക്കും അവകാശമുണ്ട്? ആർക്കുമില്ല. പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ ഇപ്പോൾ കാണുന്നത് ഒരു 10 പ്രാവശ്യമെങ്കിലും തന്തക്ക് വിളിച്ചില്ലെങ്കിൽ ആ സിനിമ ഓടില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പറയുകയാണ്. ഞാൻ ഒരു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള സിനിമ, ഞാനൊരു പേരൊന്നും പറയുന്നില്ല, ആദ്യം മുതൽ അവസാനം വരെ തെറിയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ വലിയ കുലപതികളായിട്ടുള്ള ആളുകൾ പറയുകയാണ്, മാധ്യമക്കാരുണ്ട്, അതൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരുകളല്ലേ, അത് പറഞ്ഞാലെന്തോ കുഴപ്പം? ഇതാണല്ലോ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഏത് ഭാഷ ഉപയോഗിച്ചാലും, ഇപ്പോൾ 2 കാര്യം പറഞ്ഞു, മൂന്നാമത്തെ കാര്യം പറഞ്ഞില്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ചാനലിൽ നോക്കിയിട്ട് പറയാണ്, ഇല്ല ഞാൻ പിടിച്ച് പുറത്താക്കും, ഇല്ല ഞാൻ വിവരം അറിയും. അത്
ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞാലും, ഏത് പാർട്ടി പറഞ്ഞാലും, ഏത് പാർട്ടി നേതാവ് പറഞ്ഞാലും അത് ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിന് ഓരോ വ്യക്തിയുടെയും മാനസിക നിലവാരം അനുസരിച്ചാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷ. അതിന് നിങ്ങൾ പ്രത്യയശാസ്ത്രത്തിൻ്റെ പരിവേഷം കൊടുക്കുന്നത് കൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല. ഇത് മാധ്യമങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ ലിജു നേരത്തെ പറഞ്ഞു, മാധ്യമങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം, മാധ്യമങ്ങൾക്കൊരു എൻട്രോപായി കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ ആദ്യത്തെ അവതരണം കാണുമ്പോൾ തന്നെ ആ ചർച്ചയുടെ ഗതി എന്താണെന്ന് അയാൾ നിശ്ചയിക്കുകയാണ്. അങ്ങനെ പാടില്ലല്ലോ. ന്യായവും അന്യായവും ഈ കാണുന്ന ആളുകളാണല്ലോ തീരുമാനിക്കേണ്ടത്, ജനങ്ങളെ തീരുമാനിക്കേണ്ടത്. പകരം ഒരു വസ്തുത എന്താണെന്ന് അവർ ആദ്യം അങ്ങ് തീരുമാനിക്കുകയാണ്. പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇപ്പോൾ കേരളത്തിലൊരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ, ഒന്നാം മോഡി സർക്കാരിൻ്റെ സമയത്ത് 5 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു 10-40 ചർച്ചയെങ്കിലും ഒരേ ആങ്കർ മോഡി സർക്കാരിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ 48 ചർച്ചയാണ് അദ്ദേഹം മോഡി സർക്കാരിനെതിരായിട്ട് നടത്തിയത്. ഞാനത് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ചർച്ച, നരേന്ദ്രമോദി ഒരുപാട് മോശങ്ങൾ ചെയ്തു, പക്ഷേ 5 കൊല്ലത്തിലൊക്കെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു നല്ല കാര്യം, ആ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതെൻ്റെ രാഷ്ട്രീയം, എൻ്റെ പ്രശ്നം അതാണ്, എൻ്റെ രാഷ്ട്രീയം പറയാനുള്ള വേദിയല്ല, അതിനാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. UDF-ൻ്റെയും LDF-ൻ്റെയും ഒരേപോലെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നതുകൊണ്ടാണോ MT രമേശിൻ്റെ ഇളമുറക്കാർ ഭയങ്കര അഗ്രസീവ് ആകുന്നത് ചർച്ചാവേദികളിൽ? അല്ല, അതിൽ ഇപ്പോൾ നേരത്തെ സജീഷ് പറഞ്ഞല്ലോ, സജീഷ് പറഞ്ഞത് അപ്പുറത്ത് BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ ഒരു നിരീക്ഷകരുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോൾ സജീഷ് പറഞ്ഞ് ശരിയാണ്. പക്ഷെ മോഡി സർക്കാർ വിമർശിക്കുമ്പോൾ ഞങ്ങളത് അനുഭവിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാട്, CPM-ൻ്റെ നിലപാട്, പിന്നെ കൊണ്ടുവരുന്നത് നിരീക്ഷകന്മാർ. ഇതെന്ത് നിരീക്ഷകന്മാർ? അവരുടെ അഭിപ്രായം. ഇത് മൂന്നും കൂടി ഞങ്ങളെ ആക്രമിക്കും. അപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൽ രാഷ്ട്രീയ പ്രവർത്തകന്മാർ കാണിക്കേണ്ട ബാലപാഠം എന്ന് പറയുന്നത്, എത്ര പ്രകോപനമുണ്ടായാലും പ്രകോപിതരാകില്ല എന്ന് തീരുമാനമെടുത്തു പോയാൽ നമ്മൾ ഈ ചാനൽ അവതാരകന്മാർ ചെയ്യുന്നത് നമ്മളെ മാക്സിമം പ്രകോപിപ്പിക്കും. അങ്ങനെ പ്രകോപിപ്പിക്കുന്നതിൽ അഗ്രഗണ്യന്മാരാണ് മനോരമ ചാനൽ, ആളുകളെ പ്രകോപിപ്പിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ പ്രകോപിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വന്ന പല കാര്യങ്ങളും ഇവരോട് വിട്ടുപോകുമല്ലോ, ഈ പ്രകോപനത്തിൻ്റെ പിന്നാലെ പോകുമല്ലോ. ആ പ്രകോപനത്തിൽ വീഴരുത് എന്നാണ് എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരോടും പാനലിസ്റ്റുകളോടും എല്ലാം അഭ്യർത്ഥിച്ചത്. അതൊരു മാധ്യമ നയമാണ്, മാധ്യമ തന്ത്രമാണ്. നമ്മളെ പ്രകോപനത്തിൽ വിളിച്ച് നമ്മളെക്കൊണ്ട് മോശം ഭാഷ അവർ പറയിപ്പിക്കും. ഇപ്പോൾ നേരത്തെ സജീഷിൻ്റെ അനുഭവം പറഞ്ഞല്ലോ, അതിൻ്റെ ഞാൻ ആ ചർച്ച കണ്ടിട്ടുള്ള ആളാണ്. അത് മാക്സിമം പ്രൊവോക്ക് ചെയ്യാണ്. പ്രൊവോക്ക് ചെയ്തിട്ട് ഇരയാണ്, അവതാരകനല്ല ഇരയാവുന്നത്. ഇരയാവുന്ന ആരാണ്? ഇരയാവുന്ന അപ്പുറത്തിരുന്ന് ഇരിക്കുന്ന പാനലിസ്റ്റാണ്. അപ്പോൾ അതുകൂടി ആ ഭാഷ നാളെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഷയോടൊപ്പം മാധ്യമ പ്രവർത്തകരുടെ ഭാഷ കൂടി ചർച്ച ചെയ്യണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. സ്റ്റൈൽ ബുക്ക് ഉണ്ടല്ലോ അല്ലേ? അതെ, നമുക്ക് പ്രിന്റ് മീഡിയയ്ക്ക് നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. വളരെ കുറച്ച് ചോദ്യങ്ങൾക്കേ സമയമുള്ളൂ എന്ന് നമ്മുടെ നിർദ്ദേശമുണ്ട്. ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് രജിൽ, കണ്ണൂർ ജില്ലാ സ്വദേശിയാണ്. എൻ്റെ ചോദ്യം ഭരണപക്ഷ പ്രതിനിധിയോടാണ്. വിമർശനങ്ങളെ തീവ്രമായി പ്രതികരിക്കാനും അതേപോലെ വിമർശനാത്മകമായി പ്രതികരിക്കാനും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ ചാനൽ ചർച്ചകൾ കാണുന്നത് ചെറിയൊരു വിമർശനത്തെ പോലും ഉൾക്കൊള്ളാൻ പലർക്കും പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ എന്തെങ്കിലും എഴുതിയിടുമ്പോൾ എന്നെ കുറേ ആൾക്കാർ പിന്നെ മറ്റുള്ള പാർട്ടിക്കാരായി മുദ്ര കുത്തിയിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എഴുതാതിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഭരണപക്ഷത്തിനല്ലേ കൂടുതൽ ഉത്തരവാദിത്തം ഇത്തരത്തിലുള്ള പ്രവണതകളില്ല? ഒരാളെ വെട്ടി കുത്തി കൊന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ലെന്നും അങ്ങനെ പറഞ്ഞാൽ അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും പറയാൻ ഭരണപക്ഷ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? അതുപോലെ ഒരു നഗരസഭയുടെ മേയറായ ഒരു വ്യക്തി ഒരു ബസ് ഡ്രൈവറെ ചേസ് ചെയ്ത് പിടിച്ചു. ആ ചേസ് ചെയ്ത് പിടിച്ചിട്ട് ആ ട്രാഫിക് ലംഘനത്തെ അത് ശരിയല്ലെന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ ഇന്ന് വിദ്യ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും ഇതേ തെറ്റ് ആവർത്തിക്കാൻ തോന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ശക്തമായ നിലപാടുകൾ പാർട്ടി എടുക്കാത്തതല്ലേ ഈ തെറ്റായ പ്രവണതകൾ ആവർത്തിക്കാൻ കാരണം. ഞാൻ മുൻപൊക്കെ നായനാരുടെയൊക്കെ ആൾക്കാരോട് സംവദിക്കുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായ നായനാരുടെ എത്ര സരസമായ ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കൈമോശം വന്നതല്ലേ ഇന്ന് ഇടതുപക്ഷത്തിന് വന്ന ഏറ്റവും വലിയ മൂല്യച്യുതി. ഈ ചോദ്യം വലിയൊരു ഉദാഹരണമാണ്. എപ്പോഴും ചെറിയ ചോദ്യമാണെങ്കിലും ആ ചോദ്യത്തിന് ഇവിടെ
സമയപരിമിതിയുണ്ട് എന്ന് പറഞ്ഞ സമയത്തിന് അകത്ത് മറുപടി പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളല്ല ഉന്നയിക്കപ്പെടുന്നത്. 3, 4, 5 കാര്യങ്ങൾ ഒരേ മാധ്യമ ചർച്ചയിലും എപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമുക്കിതിന് ഓരോന്നിനും മറുപടി പറയാം, പക്ഷേ ഒന്നിൻ്റെ കൂടെ മറ്റൊന്ന് ചേർത്ത് വെക്കുന്നു. ഒന്ന് കണ്ണൂരെ കാര്യമാണെങ്കിൽ മറ്റൊന്ന് തിരുവനന്തപുരത്തെ കാര്യമാണ്, ഇപ്പുറത്തെ കാര്യം അപ്പുറത്തെ കാര്യമെല്ലാം ചേർത്ത് ഒരു ചോദ്യമുണ്ടാക്കും. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടത് ഏതാനും നിമിഷങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഭരണപക്ഷം എന്നൊന്നില്ല, അതുകൊണ്ടല്ല, എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമാണ്. പലതും നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിച്ച വിഷയത്തിൽ ആ KSRTC ഡ്രൈവർ ഹൈക്കോടതിയിൽ കൊടുത്ത പരാതി ഹൈക്കോടതി തള്ളി. എന്തുകൊണ്ട് നിങ്ങളതറിഞ്ഞില്ല? അതറിയിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ല. അതാണ് പ്രശ്നം. ഇവിടെ സെലക്റ്റീവാണ്, ചില കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നില്ല. ഞാൻ നേരത്തെ ഇനി ഒന്നുകൂടി ആവർത്തിക്കേണ്ടി വരുന്നു. ഞാൻ ലിജുവിന് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ കോഴിക്കോട് വന്ന് നിങ്ങളെ കൊന്നുകളയും എന്ന് ശ്രീ K. സുധാകരൻ പറയുന്നതിന് പകരം CPM-ൻ്റെ ഒരു അനുഭാവി പറഞ്ഞാൽ മതി. ഞങ്ങൾ 4 ദിവസം ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരും, പക്ഷേ ഒറ്റ ദിവസം പോലും ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജാണ് വലതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിജു പറഞ്ഞത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ. ഒരിക്കലുമല്ല, നമ്മളാരുടെയും പരിച്ഛേദമല്ല മാധ്യമങ്ങൾ. ഈ മാധ്യമം സംരക്ഷണം ചെയ്യുന്ന ഓരോ വാർത്തയും ഈ മാധ്യമത്തിൽ ആരാണോ മൂലധനമിറക്കിയത് അതാണ് ആ വാർത്തയുടെ, ആരാണ് പണം മുടക്കി നമ്മളെല്ലാവരെയും രാവിലെ മുതൽ വാർത്ത അറിയിക്കുക എന്നതല്ല ലക്ഷ്യം. മൂലധനത്തിൻ്റെ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ പണമുണ്ടാക്കുന്ന വലതുപക്ഷ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഓരോ മാധ്യമങ്ങളിലും ആരാണോ അതിൻ്റെ മുതലാളി, ആ മുതലാളിയുടെ രാഷ്ട്രീയമാണ് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേയേറെ മാധ്യമ പ്രവർത്തകർ അതിനോട് കുറച്ച് പൊരുത്തപ്പെട്ടിങ്ങനെ വരും. തീരെ പൊരുത്തപ്പെടാതിരിക്കുന്ന സമയത്താണ് പല മാധ്യമ പ്രവർത്തകരും ഈ ലൈം ലൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത്. നിലപാട് ശക്തമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ പിന്നെ നമ്മൾ കാണില്ല. ലോകത്ത് എവിടെ പരിശോധിച്ചാലും ഇപ്പോൾ നോം ചോംസ്കിയെ തന്നെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, 5 അരിപ്പകളിലൂടെ മാധ്യമ വാർത്തകൾ വരും. അതിലൊന്നാമത്തെ അരിപ്പ എന്താണ്? മാധ്യമത്തിൻ്റെ ഉടമസ്ഥത എന്നുള്ളതാണ്. ആ ഉടമസ്ഥതൻ്റെ താല്പര്യക്കപ്പുറത്തേക്ക് ഒരു വാർത്തയുമില്ല. സമ്മർദ്ദ ശക്തികളുണ്ട്, അതുപോലെ തന്നെ മറ്റു കുറേ ഘടകങ്ങളുണ്ട്. ഏറ്റവും അവസാനം നോം ചോംസ്കി പറഞ്ഞത് മാധ്യമ വാർത്ത അവസാനം കടക്കുന്ന അരിപ്പ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്ന അരിപ്പയാണ്. അതായത് ലോകത്ത് മുതലിറക്കിയ മാധ്യമങ്ങൾ മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്ന അരിപ്പയിൽ കൂടെ മാത്രമേ വാർത്തകൾ വരൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പരിമിതി ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞ, താങ്കൾ ഉദ്ദേശിച്ച വിമർശനങ്ങൾ, ആ വിമർശനങ്ങളിൽ ഓരോന്നും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ടും ഞാൻ ഓരോന്നിനായിട്ട് ഈ ഒരു വേദിയിൽ മറുപടി പറയണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് സമയം കൂടുതലെടുക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമേ തന്നെ ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു, ഞങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറുള്ളവരാണ്. ആ തിരുത്തൽ പ്രക്രിയ നിങ്ങളുടെ മുന്നിൽ ദൃശ്യമാണ്. അത് നിങ്ങൾ കണ്ണൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടി സ്വീകരിച്ചു. ഞങ്ങൾ തുടർന്നും ഇതെല്ലാം പരിശോധിക്കും. ഞങ്ങൾക്ക് അങ്ങനെയേ നിൽക്കാൻ വേണ്ടി പറ്റൂ. ഈ സംവാദവേദിയിൽ നിന്ന് ഈ സംവാദത്തിൻ്റെ സഭ്യതയ്ക്കപ്പുറത്തേക്ക് ഞാൻ പോയാൽ നിങ്ങളല്ല എന്നെ പരിശോധിക്കുക, എൻ്റെ പാർട്ടി പരിശോധിക്കും എന്ന നല്ല ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുന്നത്. തെറ്റായാൽ ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ തെറ്റിൻ്റെ വഴിയെ പോയാൽ ഞാനെന്ന വ്യക്തി ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ ധൈര്യമാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഉള്ളത്. ഞാനെന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങളാരും പ്രാധാന്യമുള്ളവരല്ല. ഞങ്ങളെ മറ്റ് മാധ്യമങ്ങളോ മറ്റാരും ഓഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ ദൈനംദിനം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി തന്നെയാണ്. തെറ്റാണെന്ന് കണ്ടാൽ ആ തെറ്റിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. ലിജുവിന് അല്ല, ഞാൻ പറയാൻ വന്നത്, ഇപ്പം നേരത്തെ KPC പ്രസിഡന്റിനെ കുറിച്ചൊരു പരാമർശം ഉണ്ടായി. അത് ആ പ്രസംഗത്തിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ നിന്നും അടർത്തി മാറ്റിയ ചില വാക്കുകളാണ് നേരത്തെ ഉപയോഗിച്ചത്. എന്തായാലും ഞാൻ അതിലെ ചർച്ചയിലേക്ക് പോകുന്നില്ല, കാരണം നേരത്തെ തന്നെ ജനറലായിട്ട് ഞാൻ ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിപൂർണമായി മൂലധനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി തള്ളാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ പിന്നെ ഒരു മാധ്യമങ്ങൾക്കും പ്രസക്തിയില്ലല്ലോ. ഒരു ജനാധിപത്യ സംഭവം, ഇപ്പോൾ ജനാധിപത്യമല്ല കമ്മ്യൂണിസ്റ്റ് ഭരണമോ ഏകാധിപത്യമോ ആണെങ്കിൽ പ്രഭുതയ്ക്കോ പീപ്പിൾസ് ഡെയിലിക്കോ മാത്രമേ ഇവിടെ സാന്നിധ്യമുള്ളൂ.
എന്നാൽ ഒരു ജനാധിപത്യ സമൂഹത്തിലാകുമ്പോൾ മാധ്യമങ്ങൾ വ്യത്യസ്തമായ മാധ്യമങ്ങൾ കാണും. നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും കാണും. മൂലധന സ്വാധീനമുള്ളതും മൂലധന സ്വാധീനം ഉണ്ടെങ്കിൽ പോലും നിഷ്പക്ഷത വഹിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരും കാണും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാധ്യമപ്രവർത്തകൻ്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ ആ മാധ്യമപ്രവർത്തകൻ കുറേ നിഷ്പക്ഷ പുലർത്തണം, നമുക്ക് തുല്യമായ അവസരം നൽകണമെന്ന് പറയുന്നതിനോട് യോജിപ്പാണ്. പക്ഷേ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി ഒന്ന് പറഞ്ഞാൽ, ഒരു ഇൻട്രൊഡക്ഷനോ കൺക്ലൂഷനോ പറഞ്ഞാൽ അത് നിഷേധിക്കുക, അങ്ങനെ പറയാനുള്ള അവകാശം മാധ്യമപ്രവർത്തനം ഇല്ല എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധതയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ പോയിന്റ് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് അത് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റക്കാരൻ ഞാൻ ആപേക്ഷികമാണ് ഒരു സംശയം. ഞാൻ ഒറ്റ ഒരു പോയിന്റ് സംശയമാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ താങ്കളുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ പറഞ്ഞത് അഭിപ്രായം, ആ ചർച്ചയുടെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് എതിരെയല്ല. പക്ഷേ ആ ചർച്ച പോയ വഴി ഇങ്ങോട്ടും അഭിപ്രായം പോയ വഴി ഇങ്ങോട്ടുമാകുന്നത് ആദ്യമേ എഴുതി തയ്യാറാക്കി വരുന്നതുകൊണ്ടാണ്. ആ ചർച്ചയെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും എന്തായിരുന്നു ചർച്ചയുടെ ഉള്ളടക്കം എന്ന് അറിയാതെ ആദ്യം എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ അവസാനിപ്പിച്ച് കളയുന്ന ചില മാധ്യമപ്രവർത്തകരും ഉണ്ട് ഈ കൂട്ടത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. അത് വിമർശന വിധേയമാകേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്കെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താ വെച്ചാൽ, ഈ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഒരു ഇടവേള വരാനുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിന് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ അവസരം കിട്ടില്ല എന്ന് ഞാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ മാധ്യമങ്ങൾ മൂലധനം വലതുപക്ഷം എന്നൊക്കെ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അപ്രസക്തമായ പദമാണ്. ആരാണ് ഇടതുപക്ഷം ആരാണ് വലതുപക്ഷം എന്ന് ആർക്കും തിരിച്ചറിഞ്ഞില്ല. മൂലധനം ഇറക്കുന്നവരാണ് മൂലധന ശക്തികളെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ മൂലധന ശക്തി CPM ആണ്. അവരെന്തിനേക്കാണ് മൂലധനം ഇറക്കിയിട്ടുള്ളത്? അപ്പോൾ അതൊന്നും ഇന്നത്തെ കാലത്ത് പ്രസക്തിയില്ല. കാരണം പണം ഇറക്കുന്നവൻ്റെ താല്പര്യമാണ് മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നത്. ശരിയാണ്. അത് സ്വകാര്യ വ്യക്തികളാവാം, പാർട്ടികളാവാം, സ്ഥാപനങ്ങളാവാം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാവാം, എല്ലാവരുമാകും. അവിടെ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട്. കേരളത്തിലൊരു മൂലധന ശക്തിയാണ് CPM-ന്റെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. ഒറ്റ വാചകത്തിൽ, അതായത് മൂലധനത്തിന്റെ പണത്തിന്റെ ഇറക്കുന്ന പണത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഏഷ്യാനെറ്റിലുണ്ടായ മാറ്റം നമുക്കറിയാലോ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സജീഷ്, നമ്മളിവിടെ രാഷ്ട്രീയക്കാരുടെ ഭാഷ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏകദേശം സമയം നമുക്ക് പരിമിതിയുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും വളരെ സമയമുണ്ടോ? സമയത്തിൻ്റെ പരിമിതി ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് ഒരു ചോദ്യം. വളരെ പെട്ടെന്ന് ഒരു ചോദ്യമല്ല, ഒരു പാനലിസ്റ്റുകൾക്ക് MT രമേശ് സാറിനും ലിജുവിനും പ്രിയപ്പെട്ട സജീഷിനും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ അല്ലെങ്കിൽ സംവാദത്തിലെ സഭ്യത എന്ന വിഷയത്തിൽ നിന്ന് മാധ്യമങ്ങൾ പാലിക്കേണ്ട ഭാഷ, മാധ്യമപ്രവർത്തകൻ്റെ ഭാഷ, മാധ്യമപ്രവർത്തന സഭ്യത എന്ന വിഷയം കുറച്ചുകൂടി മനോരമയുടെ ഈ വേദിയിൽ വന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തിയതിന് പാനലിസ്റ്റുകൾക്ക് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കൂടാതെ അഭിസാരികൾ നിറഞ്ഞാടി ആണവരഹസ്യങ്ങൾ പുറത്തേക്ക് എന്ന് അച്ചുനിരത്തിയ മനോരമയുടെ വേദിയിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുതിയ തലമുറ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് എന്നുകൂടി ചർച്ച കേട്ട ആളെന്ന നിലക്ക് മനോരമയെ കൂടി ബോധ്യപ്പെടുത്തുകയാണ്. പാനലിസ്റ്റുകൾക്ക് നന്ദി. വളരെ കാലികമായ വിഷയത്തിൽ വളരെ അർത്ഥവർത്ഥമായ സംവാദമാണ് ഇവിടെ നടന്നത്. ഈ തെറ്റിനെതിരെ അല്ലെങ്കിൽ വിമർശനങ്ങൾക്കെതിരെ, തെറ്റായ വിമർശനങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കും, യോജിച്ച് നിൽക്കും എന്നുള്ളൊരു കൺസെൻസസ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തീർച്ചയായിട്ടും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധവും ബഹുമാനവും പുലർത്തുന്ന ആളുകൾ തന്നെയാണ്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും തീർച്ചയായിട്ടും ഇവിടെ ചർച്ചയിൽ വന്നിട്ടുണ്ട്, അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഉൾക്കൊള്ളും. തിരിച്ച് രാഷ്ട്രീയ പ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വവും ശ്രദ്ധിക്കും. ആ ഉറപ്പ് ഇവിടെ ഈ 3 നേതാക്കൾ നമുക്ക് നൽകി എന്ന വിശ്വാസത്തോടെ ഈ ചർച്ച സമാപിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ MT രമേശ്, ശ്രീ M ലിജു, ശ്രീ SK സജീഷ്, 3 പേർക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി.